ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മന്ന കിച്ചൺ. ഇന്ന് വീണ്ടും ഒരു ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് 2 ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടിന് നല്ല കമൻസാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു കേക്ക് ക്യാരമലൊന്നും ചെയ്യാതെ വളരെ സിമ്പിളായിട്ടാണ് റെഡിയാക്കിയിരിക്കുന്നത്. പിന്നെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത ഹോം മെയ്ഡ് ക്രീം ചീസ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രോസ്റ്റിങ്ങും കൂടി ചെയ്യുന്നുണ്ട്. ക്യാരറ്റ് കേക്കിന് ക്രീം ചീസ് ഫ്രോസ്റ്റിങ് വരുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നമ്മുടെ മന്ന കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന ഞാൻ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തിട്ട് ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ഇനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യമായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കണം. അതിനായിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് 1.25 കപ്പ് മൈദ ഇട്ട് കൊടുക്കുവാണ്. ഈ ഒരു കപ്പെന്ന് പറയുന്നത് 250 ml ആണ്. പിന്നെ നമുക്ക് മൈദയ്ക്ക് പകരമായിട്ട് ഗോതമ്പ് പൊടി ഉപയോഗിക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചതും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. ഈ ഒരു കേക്കിലേക്ക് ഞാൻ ബേക്കിംഗ് പൗഡർ ഉപയോഗിക്കുന്നില്ല. അരിച്ചെടുത്തിട്ടുള്ള ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം 2 കപ്പ് ക്യാരറ്റാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മുട്ട ഞാനിവിടെ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ബീറ്റർ ഇല്ലാത്തവരാണെങ്കിൽ വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാകും. മുട്ട ഇവിടെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. പൊടിച്ചിട്ടൊന്നുമില്ല, അല്ലാതെയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2-3 പാർട്ടായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മുട്ട നല്ല ഫ്ലഫി ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്യുന്നവരാണെങ്കിൽ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും. അങ്ങനെ മുട്ട ഇവിടെ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ചേർത്തിട്ട് ഒരു 30 സെക്കൻഡ് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുത്താൽ ആ മുട്ടയുടെ മണമൊക്കെ അങ്ങ് മാറിക്കിട്ടും. ഇപ്പോൾ വാനില എസൻസ് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം കൂടി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു 2-3 തവണയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള 2 കപ്പ് ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ക്യാരറ്റ് ചേർത്തിട്ട് ഒന്നും കൂടി നന്നായി യോജിപ്പിച്ചെടുക്കാം. പിന്നെ ഈ ഒരു കേക്കിലേക്ക് നമ്മൾ ഈന്തപ്പഴവും നട്ട്സും ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് കേക്കിൽ ഈന്തപ്പഴവും നട്ട്സും ഒക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കേക്കിലേക്ക് നമ്മൾ ബ്ലാക്ക് റൈസിൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ബ്ലാക്ക് റൈസിൻസ് ചേർത്ത് കൊടുക്കാം. കുരു ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. കേക്കിൻ്റെ ബാറ്റർ നമുക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ OTG ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് ഓവൻ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ തന്നെ 40 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓവൻ ഇല്ലാത്തവർക്ക് കുക്കറിലും സോസ്പാനിലും ഒക്കെ ബേക്ക് ചെയ്തെടുക്കാം. ഓരോരുത്തരുടെ ഓവൻ്റെ ടെമ്പറേച്ചറിനും അതുപോലെ ഗ്യാസിൻ്റെ ഫ്ലെയിമിനൊക്കെ അനുസരിച്ച് ബേക്കിങ്ങിൻ്റെ ടൈമിൽ മാറ്റം വരുന്നതാണ്. ഇനി നമുക്ക് ബേക്കിംഗ് ടിൻ ഒന്ന് ടാപ്പ് കൂടി ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇതൊന്ന് തണുത്ത് വരട്ടെ. കേക്ക് തണുത്ത് വരുന്ന ഒരു സമയം കൊണ്ട് നമുക്ക് ക്രീം ചീസ് ഒന്ന് റെഡിയാക്കി എടുക്കാം.
ഒരു ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 1 കപ്പ് ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ക്രീം ചീസ് നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ്. വീട്ടിൽ തന്നെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാം. ക്രീം ചീസിൻ്റെ റെസിപ്പി കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ക്രീം ചീസിലേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള 100 ഗ്രാം അൺസാൾട്ടഡ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുവാണ്. അടുത്തതായിട്ട് ഇതിലേക്ക് പൊടിച്ചെടുത്തിട്ടുള്ള 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഇല്ലാത്തവർ വിസ്ക് വെച്ചിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്താൽ മതിയാകും. പിന്നെ ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ക്രീമിന് നിങ്ങൾക്ക് കുറച്ചും കൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ കേക്കിലേക്കുള്ള ക്രീം ചീസ് ഫ്രോസ്റ്റിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. കേക്കും ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. കേക്കിനെ ഞാനിവിടെ 2 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ക്രീം ഞാനിവിടെ പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. പൈപ്പിംഗ് ബാഗിൽ സ്റ്റാർ നോസിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ ആദ്യത്തെ ലെയറിൽ നമുക്ക് ക്രീം ചീസ് ആക്കി കൊടുക്കാം. അങ്ങനെ ആദ്യത്തെ ലെയറിൽ ക്രീം ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കാം. രണ്ടാമത്തെ ലെയറിന് മുകളിൽ ഞാൻ ആ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ചെറിയ പൂക്കളുടെ ഒരു ഡിസൈനാണ് വരച്ച് കൊടുക്കുന്നത്. നമുക്കിഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കാം. ഇനി കേക്ക് മുഴുവനായിട്ടും ക്രീം വെച്ചിട്ട് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി ക്രീം കൂടുതൽ എടുക്കേണ്ടി വരുമെന്നേ ഉള്ളൂ. അങ്ങനെ രണ്ടാമത്തെ ലെയറിലും ക്രീമാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഫ്രഷ് ക്യാരറ്റ് വെച്ചിട്ട് തന്നെ ഈ ഒരു ഡിസൈനിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ കേക്കിന് മുകളിൽ നമുക്ക് ക്യാരറ്റ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഞാൻ കേക്കിൻ്റെ നടുവിലായിട്ട് കുറച്ച് ബട്ടർ സ്കോച്ചിൻ്റെ ക്യാൻഡി ഒന്ന് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുവാണ്. ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ഇങ്ങനെയൊന്നും ചെയ്യണമെന്നൊരു നിർബന്ധവും ഇല്ല. കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി കേക്ക് നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഫ്രോസ്റ്റിങ് ചെയ്യാതെ തന്നെ ഈ ഒരു ക്യാരറ്റ് കേക്ക് കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. കേക്ക് ഇവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ക്യാരറ്റ് കേക്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഫ്രഷ് ക്രീം ചീസ് ഫ്രോസ്റ്റിങ്ങും കൂടെ വന്നപ്പോഴത്തേക്കും നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ. വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.